മലയാള സിനിമയിൽ ഒരു വലിയ വിപ്ലവം കൊണ്ടുവന്ന ഒരാൾ തന്നെ ആയിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം മരണപ്പെട്ടു. കുറേ നാളായിട്ട് രോഗപീഠകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡയാലിസിസ് ഒക്കെ വീണ്ടും വന്നു. അമൃത ഹോസ്പിറ്റലിൽ ഒരുപാട് നാൾ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. വീട്ടിൽ എത്തിയതിന് ശേഷം പെട്ടെന്ന് ശ്വാസതടസ്സം വന്നാണ് അദ്ദേഹത്തിനെ വീണ്ടും അമൃതയിലേക്ക് കൊണ്ടുവരാൻ വന്ന വഴിക്ക് ശ്വാസതടസ്സം കൂടി കഴിഞ്ഞപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് തൃപ്പൂണിത്തറ അവിടെ കയറ്റി അവിടെ കൊണ്ടുവന്നപ്പോൾ ആണ് അവിടെ ഹോസ്പിറ്റലിൽ ചെത്തിയതും അദ്ദേഹം മരണപ്പെട്ടു അധികം താമസിക്കാതെ. നമ്മുടെ സിനിമയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരു അഭിനേതാവെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു നടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഓരോ രൂപങ്ങൾ വരും. പണ്ട് സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വളരെ വലിയ സൗന്ദര്യമുള്ളവരായിരിക്കണം, വെളുത്ത പഴുത്തൊക്കെ ഇരിക്കണം, ആ രീതിയിലായിരിക്കണം. അതായത് എല്ലാവരും പ്രേം നസീറിനെ ആലോചിക്കും സിനിമാ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജയറാം തുടങ്ങി, അല്ലെങ്കിൽ നമ്മുടെ ശ്രീ മമ്മൂട്ടി, അല്ലെങ്കിൽ മോഹൻലാൽ, ഇവരെയൊക്കെ നമ്മൾ ഓർമ്മ വരും. പക്ഷേ ഈ താരപരിവേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ അഭിനയ ലോകം തന്നെ പിടിച്ച് കുലുക്കി കീഴടക്കി. അത് നമ്മൾ കണ്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അപ്പം നമ്മളൊരു നടനായിട്ട് ശ്രീനിവാസനെ കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ അദ്ദേഹം ഒരു സംവിധായകനാണ്. 2 സിനിമകളെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിന് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഒന്നിന് ദേശീയ അവാർഡാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു സംവിധായകനാണ്. അപ്പം നമ്മൾ പറയാം അല്ല, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ശരിയാണ്. ഒരുപാട് സിനിമകൾക്ക് എണ്ണം പറയാൻ പോലും പറ്റുന്നില്ല, അതുപോലുള്ള സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. അതിനകത്ത് അദ്ദേഹം രചിച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഞാൻ കൊണ്ടുനടക്കും നമ്മുടെ ഇന്നത്തെ ഈ ആനുകാലിക സംഭവങ്ങളെ വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ സന്ദേശം എന്ന് പറയുന്ന സിനിമയാണ്. ആ സന്ദേശത്തിനകത്ത് അദ്ദേഹം, അതേപോലെ തന്നെ യശശരീരനായ തിലകൻ, ജയറാം, പിന്നെ നമ്മുടെ യശശരീരനായ ശങ്കരാടി തുടങ്ങി ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ആ ശങ്കരാടിയുടെയൊക്കെ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് അതുമായിട്ട് കണക്കൂട്ടിയെടുക്കാം കേട്ടോ. അന്ന് ശ്രീനിവാസൻ കണ്ടു. അന്ന് ആ സിനിമ, അന്നൊന്നും ഇതേപോലെ പെണ്ണ് കേസൊന്നും ഉണ്ടായിട്ടുള്ള സമയമല്ല ഈ സിനിമ ഇറങ്ങുമ്പോൾ. പക്ഷേ ശ്രീനിവാസൻ മുൻകൂട്ടി കണ്ട ഒരു കാര്യമുണ്ട്. ഇവരെ നല്ല നേതാക്കന്മാരിങ്ങനെ നടക്കും, അവന്മാരെ ഒന്ന് ഒതുക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഏതെങ്കിലും ഒരു പെണ്ണ് കേസിൽ പെടുത്തണം, നാറ്റിക്കണം എന്ന് ശങ്കരാടി എന്ന് പറയുന്ന താത്വിക ആചാര്യൻ ഉപദേശം കൊടുക്കുന്നത് നമ്മൾ കേട്ടു ശ്രീനിവാസന്. ഇതാണ് അതപ്പോൾ ശ്രീനിവാസൻ അന്ന് മുൻകൂട്ടി കണ്ട കാര്യമാണ് ഇപ്പം പലരും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയത്തിൽ. അതാ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വായിക്കൊള്ളാത്ത വാചകങ്ങൾ വിളിച്ചു പറയും കേട്ടോ. അന്തർധാര സജീവമായിരുന്നു, താത്വിക അവലോകനം കേട്ടോ. പിന്നെ ഇതൊന്നും മാത്രമല്ല, ഈ വളരെ കാര്യമായിട്ട് ഓരോ പറയും കൊളോണിയലിസം, ഇതൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റാഡിക്കലായിട്ടുള്ള ഒരു ചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്ന കുറേ ആളുകൾ നമുക്ക് കേൾക്കാം. ഈ 2 ദിവസം മുമ്പ് തന്നെ ഒരു നേതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല, കേട്ടിട്ട് ഒന്നും മനസ്സിലാകത്തില്ല. വേറെ നമ്മുടെ ഒരു മന്ത്രി ഇരുന്ന് വിളിച്ചു പറയുന്ന കുറേ വാചകങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ. എന്തൊരു ഘടകവും മറ്റേ ഘടകവും ഈ ഘടകമൊന്നും എനിക്കറിയാൻ വയ്യ. കാരണം ഇത് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിലല്ല. അതിന് കാരണം ശ്രീനിവാസൻ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റഡി ക്ലാസ്സിന് പോകാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. അതാണ് കാര്യം. ഏതായാലും അങ്ങനെ ആയിക്കോട്ടെ. അതാ ഞാൻ പറഞ്ഞ, അത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ശ്രീനിവാസനുണ്ടായി എന്നുള്ളതാണ്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവനാണ് ശ്രീനിവാസൻ. അതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇതേപോലെ ഇത് ഞാൻ ഒരു സിനിമ പറഞ്ഞു തന്നു, അത് എത്ര തവണ കണ്ടാലും നമുക്ക് മതിയാകത്തില്ല. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്, പോളണ്ടിനെ കുറിച്ച്. അതാണ് എന്ന് പറയുന്നത്. ഇതേപോലെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമള, അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ്, ദേശീയ അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അതിലൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ, അത് നമുക്ക് സമൂഹത്തിലുണ്ടാക്കിയ ഒരുപാട് ചലനങ്ങൾ
സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ ആ പ്രതിരൂപങ്ങളായിട്ട് അതെല്ലാം മാറിയിട്ടുണ്ട്, നമ്മൾ കാണുന്നതാണ്. ഇതേപോലെ വടക്ക് നോക്കിയന്ത്രം ഇതൊന്നുമല്ല സിനിമകൾ. ആദ്യം ശ്രീനിവാസനെ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു 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 ചിത്രം എന്ന് പറയുന്നത് എന്താ പറയുക, പഞ്ചവടിപ്പാലം എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിനകത്തൊരു പലക കഷണത്തിൽ കാല് വയ്യാത്ത ഒരാളായിട്ടാണ്, നടക്കാൻ പറ്റത്തില്ല ഇത് ഉള്ള ഒരു കഥാപാത്രമാണ്. അത് ചക്രം വെച്ച ഈ ഒരു ചെറിയ പലക കഷണം അതിലിരുന്ന് കൈ കൊണ്ടിങ്ങനെ പിന്നെ പിടിച്ച് പോയിട്ട് തള്ളിയാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഈ പലകയ്ക്കകത്ത്. അങ്ങനെയുള്ള ഒരാളായിട്ടാണ്. പക്ഷേ ആ പലക കഷണത്തിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയമാണ് എല്ലാം പറയുന്നതും കാണുന്നതും ശ്രീനിവാസൻ്റെ കഥാപാത്രം അന്ന്. അത് നമ്മൾ കണ്ടതാണ്. പിന്നെ സത്യൻ അന്തിക്കാടുമായിട്ട് ചേർന്നിട്ട് ഒരുപാട് സിനിമകൾ ഒരുപാട് ഏറ്റവും നല്ല സിനിമകളെല്ലാം സത്യൻ അന്തിക്കാടുമായിട്ട് ചേർന്നുകൊണ്ടാണ് ശ്രീനിവാസൻ രചിച്ചിട്ടുള്ളതും സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തിട്ടുള്ളതും. അത് സത്യൻ അന്തിക്കാടുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്, പലപ്പോഴും മീറ്റ് ചെയ്യാനുള്ള ഇട വന്നിട്ടുണ്ട്. ഞാൻ ശ്രീനിവാസൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധകനാണ്. അതേപോലെ എന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ശ്രീനിവാസൻ. ഞങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനുള്ള അവസരമേ ഉണ്ടായിട്ടുള്ളൂ. പണ്ട് ഒരിക്കൽ ഒരു 5-6 വർഷം മുമ്പാണ് ശ്രീനിവാസനും ശ്രീമതി സാറ ജോസഫും ഞാനും കൂടെ ചേർന്നുള്ള ഒരു പ്രോഗ്രാം അങ്കമാലി ആ ഭാഗത്ത് വെച്ച് അവർ നിശ്ചയിച്ചിരുന്നു. എന്നെ വിളിക്കുകയും ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഒരു വിദേശയാത്ര വേണ്ടിയിരുന്നതുകൊണ്ട് എനിക്കതിന് പങ്കെടുക്കാൻ പറ്റില്ല. അതിന് ഞാൻ ശ്രീനിവാസനോട് തന്നെ വിളിച്ച് അത് പറയുകയും ചെയ്തു. ശ്രീമതി സാറ ജോസഫിനെ ഞാൻ വിവരം അറിയിക്കുകയും ചെയ്തതാണ്. അത് നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു കാര്യമുണ്ട്. എന്നെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അതേപോലെ തന്നെ എൻ്റെ മകൾ ഈ സിനിമാ ഫീൽഡിൽ കഥ എഴുതുകയും ഒക്കെ ചെയ്യും, സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. എൻ്റെ മകളെ വളരെ ഇഷ്ടമായിരുന്നു ശ്രീനിവാസന്, വളരെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മകൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അതിന് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ശ്രീനിവാസന് ധ്യാനുമായിട്ട് മകൾ വളരെ അടുപ്പമാണ്. ധ്യാനുമായിട്ട് എനിക്കും അടുപ്പമുണ്ട്. നേരിട്ട് കാണും, സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ശ്രീനിവാസനെ എനിക്കൊരു വലിയ നഷ്ടം, ശ്രീനിവാസനെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. പോകാം എന്ന് വിചാരിച്ചിരിക്കും നമ്മൾ. പക്ഷേ ഇത്ര പെട്ടെന്ന് മരണപ്പെടും എന്നുള്ള ഒരു ഊഹമില്ലല്ലോ. നമുക്ക് വേണ്ടി ഒരിക്കലും കാലം കാത്തു നിൽക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ അന്ന് ചെയ്യണം എന്നുള്ള ആ തത്വം ഞാനങ്ങ് മറന്നുപോയി. അതുകൊണ്ടാണ് ശ്രീനിവാസനെ കാണാൻ പറ്റാതെ ഇരുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നടനെന്ന് പറയാൻ ഒക്കത്തില്ല, നടനൊന്നും അല്ല. എന്നാൽ സംവിധായകനാണോ? അതുമല്ല. കഥാകൃത്ത് മാത്രമാണ്? അതൊന്നുമല്ല. സിനിമയായിരുന്നു ശ്രീനിവാസൻ. അതാ പറയണ്ടേ. ഒരു സിനിമ വളരെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിനിമാക്കാരനായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ധാരാളം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏത് വിധത്തിലും അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഒരു ബാർബറായിട്ടാണല്ലോ ഒരു സിനിമയിൽ അവസാനം ശ്രീ മമ്മൂട്ടിയായിട്ട് വന്ന ആ സിനിമയിൽ അഭിനയിച്ച സിനിമയിൽ ഒരു ബാർബറുടെ വേഷത്തിൽ അതിന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റാർഡം ഇതുപോലെ വേണമെന്നൊന്നുമില്ല. ഏത് റോളായാലും അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് അതിൽ ജീവിക്കുകയാണ്. എന്നാൽ അപ്പുറത്തോട്ട് നമുക്ക് ഒന്നും കാണാൻ ഒക്കത്തില്ല. ആ രീതിയിലാണ് ശ്രീനിവാസൻ്റെ അഭിനയം. അദ്ദേഹം എല്ലാം എന്നാൽ തമാശയാണെന്നുണ്ടെങ്കിലോ വളരെ വലിയ കോമഡി, എല്ലാം എന്തുമാത്രം എത്ര സിനിമകൾ അതുപോലെ ചെയ്തേക്കുന്നു. മോഹൻലാലുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്തേക്കുന്ന, ഇവരുടെ കൂട്ടായിട്ട് ചേർന്നേക്കുന്ന നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അതുപോലെ അക്കരയോ അങ്ങനെയാണ് അടുത്ത സിനിമയുടെ പേര്. ആ രീതിയിൽ ഇതെല്ലാം രചിച്ചേക്കുന്ന ശ്രീനിവാസനാണ്. അതിൽ എന്ത് തമാശയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. എത്രയോ നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഞാൻ ഇപ്പോൾ ഈ ബാർബയുടെ വേഷത്തിൽ വന്നിട്ട് നമുക്ക് ഒരു അപകർഷതാബോധം നമുക്ക് പോലും ഉണ്ടാകുന്ന വിധത്തിൽ അത് അഭിനയിച്ച അത്ര വലിയ ചാതുര്യത്തോടുകൂടി അഭിനയിക്കാൻ പറ്റിയ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ശ്രീനിവാസൻ അഭിനയിച്ചേക്കുന്ന സിനിമകൾ ഒന്നും തന്നെ ഞാൻ കാണാതിരുന്നിട്ടില്ല. എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്നതൊന്നും പറയാനൊക്കത്തില്ല. അതുപോലെ അദ്ദേഹം വേറെ ആളുകൾ സംവിധാനം ചെയ്ത, തിരക്കെഴുതി സംവിധാനം ചെയ്ത സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായിട്ടൊക്കെ ഒരുപാട് എണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ
അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമ എന്നൊക്കെ പറയുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതിനകത്ത് പോലീസ് ഓഫീസർ നമുക്ക് മറക്കാൻ ഒക്കത്തില്ല, അതിനകത്തുള്ള സബ് ഇൻസ്പെക്ടറായിട്ടുള്ള വേഷം, അത് അതേപോലുള്ള ഈ പറയാനൊക്കത്തില്ല, അത്രത്തോളം എണ്ണമുണ്ട്. കള്ളനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒന്നാന്തരം കള്ളൻ ആ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, വളരെ നല്ലതായിട്ട്. ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കുന്ന ഇങ്ങനെ അവിടെ ചെന്ന് നിന്ന് അലമാരയുടെ അടുത്ത് നിന്ന് അവിടെ നിന്ന് സിഗരറ്റ് കത്തിച്ചുകൊണ്ടാണ് ബാക്കി വേറെ താക്കോലിട്ട് കള്ളത്താക്കോലിട്ട് അത് തുറക്കുന്നത്. അതൊക്കെ അതിൻ്റെയൊക്കെ ആ രൂപങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ പതിയും എപ്പോഴും. കള്ളൻ എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം കള്ളൻ ആ രീതി അഭിനയിക്കും. ഏതായാലും ഏത് വേഷം ആണെന്ന് പറഞ്ഞാലും അതിനൊരു പ്രശ്നമില്ല, വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാൾ. അപ്പോൾ അഭിനേതാവ് മാത്രമല്ല, മലയാള സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസനായിരുന്നു കുറേ നാൾ സിനിമ. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനാണ്, അതായിരുന്നു ശ്രീനിവാസൻ. ഏതായാലും ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അതേപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് ശ്രീനിവാസൻ്റെ വിയോഗം. എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ നഷ്ടമാണ് ശ്രീനിവാസൻ്റെ വിയോഗം. അദ്ദേഹം എൻ്റെ മകൾ തിരക്കഥ രചിക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.